നമസ്കാരം എല്ലാ പ്രവാസി മലയാളികൾക്കും സ്വാഗതം പ്രവാസി മലയാളി വാർത്തയിലേക്ക്. പ്രവാസികൾക്ക് ആശ്വാസമായി ആ വാർത്ത വന്നിരിക്കുകയാണ്. ആ നഷ്ടം പ്രവാസികൾക്ക് തിരികെ ലഭിക്കുമോ? നിർണായക ഇടപെടലുമായി നേതാക്കന്മാർ വന്നതോടെ പ്രതീക്ഷകൾ വാനോളമാണ്. കൊറോണ കാരണം നട്ടം തിരിഞ്ഞവരാണ് നല്ലൊരു വിഭാഗം ലോക ജനതയും. അതിൽ തന്നെ പ്രവാസികളിൽ പലരുടെയും തൊഴിൽ നഷ്ടമായി, പലർക്കും തൊഴിൽ അവസരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അടച്ചിടലിന്റെ ഭാഗമായി നിയന്ത്രണങ്ങളോട് സഹകരിക്കേണ്ടി വന്നവർക്ക് വലിയ രീതിയിൽ സാമ്പത്തികമായ പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. അടച്ചിട്ട സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടതോടെ പ്രതീക്ഷകൾ ഉയരുകയാണ് പ്രവാസികൾക്ക്. കുവൈറ്റിൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി അടച്ചിടേണ്ടി വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി പാർലമെന്റ് അംഗങ്ങൾ വന്നതോടെയാണ് പ്രവാസികൾക്ക്, ഇന്ത്യക്കാർക്ക്, മലയാളികൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുന്നത്. അടച്ചിട്ട സ്ഥാപനങ്ങളുടെ വാടക സർക്കാർ നൽകുന്നത് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എംപിമാരുടെ ഭാഗത്തു നിന്നുകൂടി സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉടമകളും തൊഴിലാളികളും അടക്കമുള്ളവർ. ഫെബ്രുവരി 7 മുതൽ സലൂണുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടാനാണ് മന്ത്രിസഭ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചത്. ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് എന്നിവ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒഴികെ വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ പ്രവർത്തിക്കരുതെന്നും ഉത്തരവുണ്ട്. അടച്ചിടൽ ഉത്തരവിനെതിരെ സലൂൺ, കഫേ ഉടമകൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും എംപിമാരുടെ പുതിയ ഇടപെടൽ രാജ്യത്ത് നിന്നും കൂടുതൽ നീതി കിട്ടാൻ ഇടയാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ ദിവസങ്ങൾ, തൊഴിൽ നഷ്ടപരിഹാരം അതടക്കമുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവാസികളുള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.